മാധ്യമ സ്ഥാപനം നടത്തിയ ഈ വാർത്തയുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണോ? കേരളത്തിൻ്റെ സമൂഹം എന്നുള്ള നിലയിൽ കേരളം വല്ലാതെ വിജയിച്ച് നിൽക്കുന്നൊരു ദിവസമാണിന്ന്. കേരളത്തിലൊരു മുഖ്യമന്ത്രി പറയുന്നുണ്ട്, വളരെ അടുത്ത കാലത്ത് പറയുന്നുണ്ട്, ഈ മന്ത്രിസഭ സദാചാര ഗുണ്ടായിസത്തിനെതിരാണ്, സദാചാര ഗുണ്ടായിസം പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രവൃത്തികൾക്കെതിരായ ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ് അധികാരത്തിലേറ്റ അല്ലെങ്കിൽ അധികാരത്തിന് ശേഷവും അത് തുടർച്ചയായി പറയുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഇന്ന് ഈ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഈ വിഷയം അന്വേഷിക്കാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം മീഡിയ വണ്ണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നു, ഇതിൻ്റെ ആദ്യ ഭാഗം ഞാൻ തന്നെയാണ് എന്ന് തുറന്നു പറയുന്ന നിമിഷത്തിലേക്ക് ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എത്തിച്ച വിധം സമൂഹം വളർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി എനിക്ക് തോന്നുന്നു. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ചാരക്കേസിലെ ആദ്യത്തെ വാർത്ത കൊടുത്തത് ഞാനാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു ലേഖകനെയും ഒരു റിപ്പോർട്ടറെയും നമ്മൾ കാണുന്നില്ല. ഞാനാണ് കൊടുത്തത് എന്ന് അഭിമാനിക്കുന്നില്ല. ജോസ് തെറ്റയിലിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങളാണ് പുറത്തുവിട്ടതെന്ന് മാതൃഭൂമി അഭിമാനിക്കുന്നില്ല. ജയ്ഹിന്ദ് ചാനലാണ് ഈ ഡൗൺ ടൗൺ അനാശാസ്യ കേന്ദ്രമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ ചാനൽ അഭിമാനിക്കുന്നില്ല, ഞങ്ങളാണിത് പുറത്തുവിട്ടത് എന്ന് അഭിമാനിക്കുന്നില്ല. ഇതാണല്ലോ നമ്മുടെ ചരിത്രം. അങ്ങനെയുള്ള ഒരു ചരിത്രത്തെ മാനിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ, അതിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാതെയാണ് മംഗളം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്. ഈ പ്രവൃത്തി വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ കാര്യം സാധിക്കുന്നതാണ്. അത്തരത്തിൽ കാര്യം സാധിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യാം എന്ന് കരുതിയ ഞെട്ടിപ്പിക്കുന്ന സ്ഫോടനാത്മകമായ അവർ തന്നെ പറഞ്ഞ ആ കാര്യം തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അൽനീമ എന്ന് പറയുന്ന അവരുടെ ചാനലിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു പെൺകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ 15,000 പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്, അത് 5,000 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ അൽനീമയെ താക്കീത് ചെയ്തുകൊണ്ട് അതേ ചാനലിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ഇന്നലെ രാത്രി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ 72 പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ 700-ലധികം കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളെല്ലാം തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സമൂഹം എന്ന നിലയിൽ അങ്ങനെ വളർന്നതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് ധീരതയോടുകൂടി തന്നെ ഇന്ന് ഇത് പോലീസ് കേസിലേക്ക് മാറ്റാൻ സാധിച്ചിരിക്കുന്നത്. ഇതൊരു ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഒന്നും കാര്യമൊന്നുമല്ല. അത്ര ലക്ഷക്കണക്കിന് രൂപയൊന്നും മുടക്കേണ്ട കാര്യമില്ല, മാസങ്ങൾ നീളേണ്ട കാര്യമില്ല. ചെയ്തത് ക്രൈമാണ് എന്ന്, ഹണി ട്രാപ്പാണ് എന്ന് ഇന്നലെ ഒരു ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ വളരെ വ്യക്തമായി പറയുന്നു. ഇത്തരത്തിലൊരു ഹണി ട്രാപ്പ് ഒരുക്കി ചതിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു മാധ്യമത്തിന് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു സമൂഹമായി മലയാള സമൂഹം മാറിയിരിക്കുന്നു. അതിനൊരു സമരത്തിൻ്റെ പാരമ്പര്യം കൂടി ഉണ്ടായിരിക്കുന്നു. സദാചാര ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമരം കേരളത്തിൽ കഴിഞ്ഞിടങ്ങളിൽ നടക്കുന്നുണ്ട്. ആ സമരങ്ങളുടെ വിജയം കൂടിയാണ് അത്തരത്തിൽ മനുഷ്യൻ്റെ സ്വകാര്യതയെ മാനിക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിലും വലുതാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിഞ്ഞൊരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നത്. അതിനൊപ്പം നിൽക്കുന്നൊരു സർക്കാരായി കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരിന് മാറാൻ സാധിച്ചിരിക്കുന്നു. അന്വേഷണം നടക്കട്ടെ, പോലീസിന്റെ അന്വേഷണം തന്നെ. ശരി, ശ്രീ ലാസർ ഷൈൻ മാതൃഭൂമിയെ അടക്കം ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് പറയുകയാണ്, വിമർശനങ്ങളെ അതിൻ്റെ എല്ലാ ഗൗരവത്തോടെയും ബഹുമാനത്തോടെയും കേൾക്കുന്നു. സ്വയം വിമർശനപരമായി ആ കാര്യങ്ങളിൽ തിരുത്താനുള്ള നടപടികൾക്ക് സാധ്യമാണെങ്കിൽ തുടർന്നത് ഉണ്ടാവുകയും ചെയ്യും. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ഇവിടെ ഈ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ വരുന്നു, ഇപ്പോഴാണ് അതിന് ശരിയായ മുഹൂർത്തമായിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇതൊരു സംഘടിതമായി നടത്തിയ നീക്കം തന്നെയാണ്. അതിന് ക്രിമിനൽ സ്വഭാവമുണ്ടോ ഇല്ലയോ എന്നതിന് വിലയിരുത്തപ്പെടട്ടെ. ആ സംഘടിത സ്വഭാവത്തിൽ അത് ചെയ്തുവെങ്കിൽ അതിനാധാരമായിരിക്കുന്ന രേഖകൾ അതിൻ്റെ ക്രിമിനൽ സ്വഭാവത്തെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഭയക്കുന്നവർ അത് നശിപ്പിക്കും. ഇപ്പോൾ തന്നെ ഈ പരാതിക്കാരിയായി പറയപ്പെടുന്ന വനിത, അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി കേൾക്കുന്നു. അതൊരു സൂചനയായി എടുത്താൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇതിനുള്ളൊരു സാഹചര്യം അനാവശ്യമായി ഈ സർക്കാർ ഒരുക്കിയിട്ടില്ലേ? ആ കാര്യത്തിൽ ലാസർ ഷൈനിനുള്ള ഒരു ആത്മാഭിമാനം, ജനസമൂഹത്തിൻ്റെ വികാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് പരിവർത്തിക്കപ്പെട്ടൊരു സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നത് താങ്കൾ പങ്കുവയ്ക്കുമോ? ഈ കഴിഞ്ഞ 4 ദിവസമായി ഇങ്ങനെയൊരു മംഗളം എന്ന് പറയുന്ന ഒരു ചാനൽ ലോഞ്ച് ചെയ്തിട്ട് 4 ദിവസമായി. അപ്പോൾ ഇത്രയും ദിവസം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? കാരണം ഇന്നലെ അൽനീമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, 5 പേരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ സംഘമായി നിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക്, എന്ത് പരിപാടിയാണെന്ന് അതിൽ എഴുതിയിട്ടില്ല, ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയാണ് മംഗളം അതിൻ്റെ ഇത്തരത്തിലുള്ള
ചാനൽ ലോഞ്ചിങ്ങിന് വേണ്ടിയുള്ള പരിപാടികൾ നടത്തിയിരുന്നത് എന്ന് പറയുന്നു. നമ്മുടെ പോലീസിന് ആ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, കാരണം ഇത്തരം ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വന്ന ഒരു പെൺകുട്ടി, കാരണം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വളരെ കൊട്ടിഘോഷിക്കുന്ന ഒരു സമയവും സ്ത്രീ സുരക്ഷ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമല്ല ആർക്കെങ്കിലും സുരക്ഷ കൊടുക്കേണ്ടതും ഉണ്ട് എന്ന് പറയേണ്ടതും. ഇത്തരത്തിലൊരു സംഭവം വന്നതിന് ശേഷം ഒരു പെൺകുട്ടി അവിടെ നിറങ്ങി അവൾക്ക് നേരെ തന്നെ ഈ ആദ്യത്തെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ആൾ ആരാണെന്ന് നമുക്ക് ഇനിയും വെളിവായിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് പോയി ഡിലീറ്റായി എന്ന് പറയുമ്പോഴും അത് ആരാണെന്നൊന്നും നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായി അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അൽനീമ എന്ന് പറയുന്ന അവരുടെ സ്റ്റാഫ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഇറങ്ങിയതിന് ശേഷം ആ പെൺകുട്ടിക്ക് നേരെ അടക്കം താക്കീതായിട്ടും ഭീഷണിയായിട്ടും ഒക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലൊരു സംഗതി, ഈ ഒരു വിഷയമുണ്ടായി അതിന് തുടർച്ചയായി മറ്റൊരു വിഷയം ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് ഇന്നലെ പോലും നമ്മുടെ ഗവൺമെൻറ് ഒരു പോലീസ് എൻക്വയറി തുടങ്ങിയില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എല്ലായ്പ്പോഴും ഒരു അപകടം ഉണ്ടാവുകയും ഉണ്ടായതിനു ശേഷം മാത്രം അതിനെക്കുറിച്ച് പറയുകയും ഇനി ഉണ്ടാകില്ല എന്ന് പറയുകയും പിന്നീടും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം നമ്മൾ വീണ്ടും തെറ്റുതിരുത്തുകൾ വീഴ്ചകൾ പറ്റി അത് തിരുത്തൽ അല്ല നമ്മുടെ നടപടി. ഇത്തരം ഒരു സംഭവം ഉണ്ടായി, അത് എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ അപ്പുറത്ത് ശശീന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്നറിയില്ല. നാളെ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ശബ്ദം തന്നെ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. ആ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് മനസ്സിലാകാതെ വരും. അത് നമ്മൾ കാരണം ഇത്തരത്തിൽ ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റിയാണ് നടന്നിട്ടുള്ളത്. ഇത് വെറുതെ നിസ്സാരമായി ഒരു ചാനൽ ലോഞ്ചിങ് മാത്രമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റിനെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിൽ, ക്രിമിനൽ ഇന്റിമിഡേഷൻ നടത്തുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ടോ?